ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്ത പുറക്കാട്ട് വീണ്ടും വാഹനാപകടമുണ്ടായി. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അശാസ്ത്രീയമായ ഗതാഗത സംവിധാനമാണ് പതിവായി അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞയാഴ്ച മാതാപിതാക്കളുടെയും ഏക മകന്റെയും മരണത്തിനിടയാക്കിയ സ്ഥലത്താണ് വീണ്ടും അപകടമുണ്ടായത്. ആർ ശ്രീജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ ശ്രീജിത്ത്, ഒരു അപകടമുണ്ടായി, ജീവഹാനിയുണ്ടായി, അതിൽ നിന്നും ഒരു തിരുത്തലും ആ വഴിയിൽ ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുജിയ, 10 ദിവസം മുമ്പാണ് പുറക്കാട് SNM സ്കൂളിന് സമീപത്ത് വെച്ച് ഒരു കുടുംബത്തിലെ 3 പേർ, അച്ഛനും അമ്മയും മകനുമടക്കം മരിച്ചത്. അതിനുശേഷം ഒരു അപകടം കൂടി അവിടെ ഉണ്ടായി. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും അവിടെ അപകടം ഉണ്ടായിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്നുണ്ട്. സമാന്തര പാത വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. ഈ സമാന്തര പാതയിലാണ് ഇന്ന് രാവിലെ ഒരു അതിവേഗത്തിൽ വന്ന ഒരു പച്ചക്കറി ലോറി വഴിയരികിൽ നിന്ന ഒരു യാത്രക്കാരന് നേരെ ഇടിച്ചു കയറിയത്. മടത്തിപ്പറമ്പിൽ രാജു എന്ന ആൾക്ക് നേരെയാണ് ഈ ലോറി ഇടിച്ചു കയറിയത്. കാലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ രാജുവിനെ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതുവരെ രാജു അപകടനില തരണം ചെയ്തിട്ടില്ല. അശാസ്ത്രീയമായ ഈ റോഡ് ഗതാഗത സംവിധാനമാണ് അടിക്കടി അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇവിടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ആവർത്തിക്കും. കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനോ മറ്റുമുള്ള സ്ഥലമൊന്നും അവിടെയില്ല. ഈ വാഹനങ്ങൾ വരുമ്പോൾ ഇരുചക്ര വാഹനങ്ങളും മറ്റും ഇത് മുട്ടി അപകടമുണ്ടാകുന്നു. ഈ വാഹനങ്ങൾ മറ്റു വാഹനങ്ങളിലേക്കൊക്കെ ചെന്ന് പതിച്ചു മറ്റുമൊക്കെയാണ് അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തരമായ ഇടപെടൽ വേണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, പരിക്കേറ്റയാൾ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. അടിയന്തര പരിഹാരം വേണ്ട ഒരിടമായി മാറുകയാണ് ആലപ്പുഴയിൽ വാഹനാപകടമുണ്ടായ ആ പ്രദേശം.